എല്ലാ വർഷവും ഓഗസ്റ്റ് 24-ന് വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാൾ ദിനത്തിൽ അർദ്ധരാത്രി മുതൽ പിശാച് തടവറയിൽ നിന്ന് പുറത്തുവന്ന് അപകടങ്ങളും നാശനഷ്ടങ്ങളും വരുത്തുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വെറും അന്ധവിശ്വാസം മാത്രമാണെന്ന് വ്യക്തമാക്കി സഭാ അധികൃതരും ഭൂതോച്ചാടകരായ വൈദികരും. ഓഗസ്റ്റ് 24-ന് തീപ്പെട്ടി, കത്തി എന്നിവ ഉപയോഗിക്കരുതെന്നും കടലിലോ നദികളിലോ ഇറങ്ങരുതെന്നും കാണിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന മുന്നറിയിപ്പുകൾക്ക് മറുപടിയായാണ് സഭയുടെ വിശദീകരണം. പിശാച് ഓഗസ്റ്റ് 24-ന് മാത്രം പുറത്തിറങ്ങുന്നവനല്ല എന്നും വർഷത്തിലെ 365 ദിവസവും അവൻ മനുഷ്യരെ തെറ്റിലേക്ക് നയിക്കാൻ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും മെക്സിക്കൻ അതിരൂപതയിലെ വൈദികനായ ഫാദർ ജോസ് ഡി ജീസസ് അഗ്ലൂർ വാൽഡസ് പറഞ്ഞു. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യമായ നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നുവെന്ന ബൈബിൾ വാക്യം ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും പ്രത്യേക ദിവസമല്ല, എപ്പോഴും വിശ്വാസികൾ ജാഗരൂകരായിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരം അന്ധവിശ്വാസങ്ങൾ വിശ്വാസികളിൽ ആവശ്യമില്ലാത്ത ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് സ്പെയിനിലെ മുൻ എക്സോസിസ്റ്റായ ഫാദർ ഫ്രാൻസിസ്കോ ടോറസ് റൂയിസ് വ്യക്തമാക്കി. ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ വിശുദ്ധ ബർത്തലോമിയോ അർമേനിയയിൽ വെച്ച് ഒരു രാജകുമാരിയെ ബാധിച്ച അശുദ്ധാത്മാവിനെ ഒഴിപ്പിക്കുകയും ആ പ്രദേശത്തു നിന്ന് പിശാചിനെ തുരത്തുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 24-നാണ് അദ്ദേഹം ജീവനോടെ തോലുരിക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ചത്. ഇതോടെയാണ് പിശാച് അന്നേ ദിവസം പ്രതികാരം ചെയ്യാൻ പുറത്തിറങ്ങുന്നു എന്ന തെറ്റായ കഥകൾ ഉടലെടുത്തത്. കൂടാതെ ചിത്രങ്ങളിൽ വിശുദ്ധ ബർത്തലോമിയുടെ കാൽക്കൽ ചങ്ങലയിട്ട പിശാചിനെ ചിത്രീകരിക്കുന്നതും പെറുവിലെ പ്രാദേശിക നാടോടി കഥകളും ഇത്തരം തെറ്റിദ്ധാരണകൾക്ക് ആക്കം കൂട്ടി. ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം പിശാച് കൂടുതൽ ശക്തനാകുന്നുവെന്നത് വെറും അന്ധവിശ്വാസമാണെന്നും ഭയപ്പെടാതെ സുവിശേഷ മൂല്യങ്ങൾ പിന്തുടർന്ന് ജീവിക്കാനാണ് സഭ ആഹ്വാനം ചെയ്യുന്നത്.